ആതികളുടെ പാലം ഒരു ചീനവലയുടെ ആകൃതിയിലുള്ള ഒരു പാലം. അങ്ങനെ 3 പാലങ്ങളായിട്ടാണ് മറൈൻ ഡ്രൈവിനെ തിരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ മ്യൂസിക്കൽ വോക്ക് വേ ആണ്. ഏറ്റവും നീളം കൂടിയ മ്യൂസിക്കൽ വോക്ക് വേ ബോംബെയിലാണ്. അതിനുശേഷം മറൈൻ ഡ്രൈവ് ആണ്. ഏകദേശം 1.25 കിലോമീറ്റർ നീളമുള്ള നമുക്ക് മ്യൂസിക്കൽ കായൽ കാഴ്ചകൾക്ക് ആസ്വദിച്ച് ജോഗിങ് ചെയ്യാൻ പറ്റുന്ന നീളമുള്ള മ്യൂസിക്കൽ വോക്ക് വേ ആണ് മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്നത്. അതിന്റെ പേര് സ്ഥലമാണ് വില്ലിംഗ്ടൺ ഐലൻഡ് എന്നറിയപ്പെടുന്നത്. മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു ദ്വീപാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. നമ്മുടെ വില്ലിംഗ്ടൺ അന്നത്തെ കേരള ഗവർണറും മദ്രാസ് വൈസ്രോയുമായിരുന്ന ലോർഡ് വില്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരിലാണ് വില്ലിംഗ്ടൺ ഐലൻഡ് അറിയപ്പെടുന്നത്. അദ്ദേഹം കൊച്ചി തുറമുഖത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറായ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ KTDCയുടെ കീഴിലാണ്. ഇപ്പോൾ വലിയ വലിയ ഈവന്റുകളും കല്യാണ ഫംഗ്ഷനും ഒക്കെ നടക്കുന്നത് ബോൾഗാട്ടി പാലസിലാണ്. ചെറിയ തുകയ്ക്കൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈവന്റ് ഒക്കെ ചെയ്തിട്ട് പോകാം. ഒരു ദിവസം 3 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ അവിടെ KTDCയിൽ കല്യാണമൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന്. അപ്പോൾ ഇപ്പോൾ നേവിയുടെ റഡാർ ഒക്കെ പ്രവർത്തിക്കുന്നത് ആ ബോട്ട് കൗണ്ടർ ഓഫീസാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മുടെ സച്ചിനൊക്കെ ക്രിക്കറ്റ് കളിയൊക്കെ സമയത്തേക്ക് വന്ന് താമസിച്ച താജ് മലബാർ എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലാണ് ആ കാണുന്നത്. ഇവിടെ കണ്ട ഒരു വലിയൊരു ബിൽഡിംഗ് നിങ്ങൾ കാണുന്നുണ്ടോ അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ പണിഞ്ഞ ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്. ആരെന്നറിയോ? MA യൂസഫ് അലി സാറിന്റെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ്, കൺവെൻഷൻ സെന്ററാണ് കാണുന്നത്. ആദ്യം സിനിമാക്കാരുടെയൊക്കെ അമ്മയുടെ മീറ്റിങ്ങുകളും അതുപോലെ സിനിമാക്കാരൊക്കെ സ്ഥിരം വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഷിപ്പിന്റെ പേര് റാണി പത്മിനി എന്നാണ്. ഫൈറ്റർ ഷിപ്പ് ഉൾപ്പെടെ ഏകദേശം 35ഓളം ഷിപ്പുകൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിരവധി ഷിപ്പുകൾ അതുപോലെ വെസൽസ്
വലിയ കുരിശ് കാണുന്നുണ്ടോ? അതാണ് വല്ലാർപാടം പള്ളി എന്നറിയപ്പെടുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു തുരുത്തുണ്ട്. ആ തുരുത്തിന്റെ പേര് രാമൻ തുരുത്ത് എന്നാണ്. 2 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ഇലക്ഷൻ വരെ സംഘടിപ്പിച്ച സ്ഥലമാണ് രാമൻ തുരുത്ത്. നിങ്ങൾ ചിലപ്പോൾ അത് യൂട്യൂബിലൊക്കെ നോക്കി കാണുന്നതായിരിക്കും. കാരണം ഒരുപാട് ആളുകളൊക്കെ ബ്ലോഗുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ തുരുത്തിനെ പറ്റി ആരും ബ്ലോഗ് ചെയ്തില്ല. കാരണം അതിനകത്ത് ഒരുപാട് പാമ്പുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളാരെങ്കിലും പാട്ട് പാടാൻ കേട്ടോ? സുഭാഷോ പാടൂ. കൺട്രോൾ ചെയ്യുന്നത് ദുബായ് ഫോർട്ടാണ്. അത് AP വേൾഡ് എന്നറിയപ്പെടുന്നത്. ആരെങ്കിലും ഇനി പാട്ട് പാടും? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ജോലിയാണ്. ഏകദേശം 7ഓളം ഇന്റേൺഷിപ്പുകൾ കൊച്ചിൻ തുറമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ അവിടെ ദൂരെ കാണുന്നുണ്ടോ? നിങ്ങളുടെ വലത് സൈഡിൽ കുക്കർ പോലത്തെ 2-3 കുറ്റി പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ടോ? അതാണ് പുതുവൈപ്പിനിൽ പുതിയ പ്രൊജക്റ്റ് 2023 കമ്മീഷൻ ചെയ്ത 4200 കോടി രൂപ മുതൽ മുടക്കാരൊക്കെ വന്ന് ഏറ്റവും കൂടുതൽ വാണിജ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയെ കുറിച്ച് പറയുമ്പോൾ വാസ്കോഡ് ഗാമ ആദ്യം കാലുകുത്തിയത് കോഴിക്കോട് കപ്പാടാണ്. അതിനുശേഷം ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഫോർട്ട് കൊച്ചിയിലാണ്. സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. അതിനുശേഷം 13 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം കത്തിച്ച് പറത്തിവിടുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ചെങ്കടമാണ്. ഈ കാണുന്ന വലിയൊരു ബിൽഡിംഗ് ആണ് ബ്രണ്ടൻ ബോട്ട്യാർഡ് എന്നറിയപ്പെടും. അത് പണ്ട് പോർച്ചുഗീസുകാരുടെ ഡച്ചുകാരുടെ കാലത്തൊക്കെ അവരുടെ ബോട്ടുകൾ റിപ്പയർ ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇത്. അത് ആദ്യപടി നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു 7 സ്റ്റാർ ഹോട്ടലായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിന്റെ പേരാണ് ബ്രണ്ടൻ ബോട്ട്യാർഡ് എന്നറിയപ്പെടുന്നത്. ഇപ്പോഴും അത് വലിയ കൊച്ചിയിലെ തന്നെ, അതായത് ഏറ്റവും വലിയ 7 സ്റ്റാർ ഹോട്ടലാണ് ബ്രണ്ടൻ ബോട്ട്യാർഡ്. അതിന്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ആസ്പിൻ വാൾ. പണ്ട് തന്നെ ബിനാലെ സംഘടിപ്പിക്കുന്നതാണ് ആസ്പിൻ വാളില്. ലോകരാജ്യങ്ങളിൽ 26 ഫോർട്ട് കൊച്ചി നിങ്ങൾക്ക് ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടോ? അറിയാം, മമ്മൂട്ടിയുടെ ബിഗ് ബീഗിൾ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അവിടെ ഒരു ചായക്കൊക്കെ 250 രൂപ 300 രൂപയൊക്കെ ആകത്തുള്ളൂ. അപ്പോൾ ഒരു നേരത്തെ ഒരു ഫുഡിന് 5000 രൂപ ഈടാക്കുന്ന സ്ഥലമാണ് ഹോട്ടൽ സീഗൾ എന്ന് പറയുന്നത്. അപ്പോൾ സീ ഫുഡിന് പേര് കേട്ട സ്ഥലങ്ങൾ ആദ്യത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ പോസ്റ്റ് ഓഫീസ് ഒക്കെ നിലവിലുന്നത് മൊട്ടാഞ്ചേരിയിലാണ്. മൊട്ടാഞ്ചേരി പഴയ ഒരു വളരെ പുരാതനമായിട്ടുള്ള വാണിജ്യ നഗരമാണ്. ഇപ്പോഴും കൊച്ചിയുടെ കോർപ്പറേഷന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി കാണുന്ന സ്ഥലമാണ് മൊട്ടാഞ്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇൻഫർമേഷൻസ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും